ഇനി സാധാരണ ഡിഗ്രിക്കാർക്കും സോഫ്റ്റ്വെയർ പ്രൊഫഷണലുകളാകാം. ഉന്നത നിലവാരമുള്ള പരിശീലന ക്ലാസുകളിലൂടെ നിങ്ങളുടെ ഡ്രീം കരിയർ സ്വന്തമാക്കൂ. ലൂമിനാർ ടെക്നോ ലാബ്. ഇതാര് ഈ സമയത്ത് വിളിക്കണേ? എന്ത് മനസ്സിലാക്കാൻ? നീ കൂടുതൽ നല്ല വിളിച്ചവൻ നോക്കണ്ട കേട്ടാ. നിന്നെ പോലുള്ള കുറെ എണ്ണം പുറത്തുണ്ട്. ഞാൻ എങ്ങനെ നടന്നാലും നിനക്കെന്താ? ഞാൻ നിന്റെ അടുത്തേക്കൊന്നും വന്നില്ലല്ലോ. വരണ്ട, പോടാ. ഐഷ തന്നെ അല്ലേ ഇത്? ഞാൻ പറയട്ടെ, എന്നെ കാണാനേ ഭയങ്കര ക്യൂട്ടാണ്. ഇന്ന് ഐഷുവിന്റെ ബർത്ത്ഡേ ആണ്. ട്രീറ്റിന് വേണ്ടി പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിക്കണതാ പുള്ളിനെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മുന്നേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഒരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തേനെ. താങ്ക് യു. കൊള്ളാം, എന്നാ കൊടുത്തോ. ഭയ്യ ബിൽ ചെയ്തു. അയ്യോ, ഇത് എന്റെ ചെലവല്ല, ഞാൻ കൊടുക്കാം. ഞാൻ കൊടുത്തോളാം. അല്ലത് എന്റെ ബർത്ത്ഡേയുടെ ട്രീറ്റ് അല്ലേ? എടോ, തന്നെ ബർത്ത്ഡേ ഞാനൊരു ഗിഫ്റ്റ് പോലും തന്നിട്ടില്ല. ഇതിനെ ട്രീറ്റ് ആയിട്ട് കണ്ടാൽ മതി. എടോ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും താൻ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. അതെന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായി. ഓക്കെ ഭയ്യ. ജസീലെ, ഓ. താങ്ക് യു. ഓക്കെ ആയിഷ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? കൊച്ചിയിൽ ലുമിന ടെക്നോ ലാബ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. തനിക്ക് മര്യാദയ്ക്ക് ട്രെയിനിങ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു തനി മണ്ടത്തരവ് കാണിക്കുന്നു. അവിടെ ആകുമ്പോൾ ഫ്ലട്ടർ, പൈത്തൺ, മെഷീൻ ലേണിങ് അങ്ങനെ പല സോഫ്റ്റ്വെയർ ലാംഗ്വേജസിന് ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്തു, ബെറ്റർ. ഓക്കെ എന്നാ. ഈ ഫോട്ടോ ഉള്ളതല്ല. ഇത് എവിടെ അതെ, കുത്തബ്മിനാർ പോയപ്പോ വന്നോ? അവര് വന്നല്ല. അപ്പോൾ ഓക്കെ കാണാം. ഓക്കെ ബൈ. ഒരു മിനിറ്റ്. ശരി. ഞാൻ ഇറങ്ങണേ. ബൈ. ഓക്കെ, ഞാൻ വിളിക്കാം. ഏത് ബൈ? എന്ത് ബൈ? എവിടേക്ക് പോണു നീ? എനിക്ക് വർക്ക് പെൻഡിങ് ആടാ. പിന്നെ ഞായറാഴ്ച ആയിട്ട് വർക്ക് പെൻഡിങ്. ഒരൊറ്റ ബർത്ത്ഡേ ഉള്ളു, ഇന്നൊരു വർഷം കഴിയണം. എടാ ശരിക്കും എനിക്ക് വർക്ക് ഉണ്ട്. ശരിയാണ് ട്ടോ, അവനെ. സത്യം പറ, മറ്റല്ല എന്റെ എന്തോ ഉടായിപ്പ്. എന്റെ പൊന്നുപോലെ ഞാൻ വരാം. വാ വാ, നടക്ക്. അത് മര്യാദ. എന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. വണ്ടി അവിടെ തന്നെ കിടന്നോളും, ഒരാൾ എടുക്കില്ല. നീ നടക്ക നടക്കടാ, നടക്കാൻ കിട്ടും. പെട്ടെന്ന് ഇറങ്ങിക്കോ. രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പൊ മക്കളെ ബൈ. എടി, നിനക്ക് ആദർശിനോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എനിക്ക് എന്താ അറിയില്ല. അല്ല, ഈ അല്ലേ കണ്ടത്, ഞാനല്ലേ കണ്ടത്. എടി, ഇതൊക്കെ ഈ കാലത്ത് എല്ലാരും യൂസ് ചെയ്യുന്നതല്ലേ, പിന്നെന്താ ഇത്രമാത്രം വിയേർഡായി ചിന്തിക്കാൻ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ആ ജസീലിന് ഓനൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാ? ചെറുതായിട്ട്. ദേ, രാവിലെ കണ്ടപ്പോ ഒരു ഗിഫ്റ്റ് ബോക്സ്. ഇതെന്താണിത്? നീ ഇതൊന്ന് പൊട്ടിച്ചു നോക്കി. നീ അത് വേഗം പൊട്ടിക്ക് കാണട്ടെ. നീ ഇത് പിടിച്ചേ. ബുക്കാ? ഡേഡി, നീ വാങ്ങണമെന്ന് പറഞ്ഞ ബുക്ക്. ഇതെങ്ങനെ വന്ന്? ഇത് വെച്ചവന് മനസ്സിലായി. എന്തായാലും ഇതിപ്പോ ലാഭായാലോ. ഇതാ, ആദി, സത്യം പറ, നീ അല്ലേ ഇതിന്റെ പുറകില്? ബെസ്റ്റ്. ഇനി നീ എന്നെ പറയട്ടാ. അല്ല, ഞാൻ ഈ ബുക്ക് തപ്പി നടന്ന കാര്യം നിനക്കല്ലേ അറിയുള്ളൂ. എടി, ഞാനേ അത് നമ്മുടെ കമ്പനിയിൽ 2-3 പേരോട് പറഞ്ഞായിരുന്നു. ആണോ? എന്താ 2-3 പേരൊക്കെ എല്ലാരോടും പറയാറുന്നില്ലേ? ഇതിലും നല്ലത് BBC ആണ്. ഇതിനോടൊരു കാര്യം ഞാൻ പറയില്ല. മതി, ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക്. വേറെ ആളോട് പോയി പറ. അവളൊരു ജാട. അതെ, ഒരു പ്രശ്നമുണ്ട്. എടി, ഇത് നിനക്ക് നല്ല ഓഫീസിൽ വന്ന നമ്പർ അല്ലേ? അത് തന്നെയാണോ? അത് ശരിയാണല്ലോ. അപ്പൊ ഓൻ അവിടെയും വെച്ച് ഇവിടെയും വെച്ച്. ഇത് ചിലപ്പോ പേര് ഡീകോഡെയാണ് നമ്പർ ആണെങ്കിലോ? അപ്പൊ നിനക്കിത് അറിയാല്ലേ? ഒന്ന് പൊടി, നീ ഇതും തന്നേ. ഞാൻ ഉദ്ദേശിച്ചതേ, ഇപ്പൊ 14A, 14A, Y for 25.
അപ്പൊ ഈസി ആണല്ലേ, പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ മോള് പോയി പെട്ടെന്നൊരു പെന്നും പേപ്പർ എടുത്തിട്ട് വന്നേ. ഇത്ര പഴയതോ? ഒരു ബുക്ക് വാങ്ങാനുള്ള പൈസ പോലും അവന്റെ ഇല്ലേ. സാധനം കിട്ടി. എടി ഞാൻ റെഡിയാ. എടി നോക്കി, ഇത് സെക്കൻഡ് ഹാൻഡാ. ബുക്കിന്റെ ഭംഗി നോക്കിയിരിക്കാണ്ട് ഇങ്ങോട്ട് വാ. അപ്പോ E4 ഇഷാൻ. ഇഷാന. എടാ ഇഷാൻ എടി റയ്യാണത്, സ്പെല്ലിങ്ങും അറിയില്ല ബുദ്ധൂസ്. അപ്പൊ ഈ ബി എന്ന് പറയുമ്പോ 2. ഈ ബി ഇബ്ലീസ്. അതിന് ഇനീഷ്യൽ ആണെങ്കിലോ? ഒന്ന് പോവായിരുന്നു, ഇബ്ലീസ് എന്നല്ലേ. ബാക്കിയോടെ നോക്കാന്നേ. അടുത്തത് O. അപ്പൊ O റെപ്രസെന്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോ 0. ഓ ഫോർ ഓമനക്കുട്ടൻ. എടാ ഓമനക്കുട്ട, ഞാൻ അപ്പഴേ പറയില്ല അവന് നിന്റെ മേലൊരു കണ്ണുണ്ട് എന്നുള്ളത്. അതെ, ഓയ്ക്ക് മുമ്പ് എയും ബി ഉണ്ട്. നമുക്ക് ബാക്കി വഴി നോക്കാം. EB314 എബൂക്കാടാ. അങ്ങനൊക്കെ പേരുണ്ടാ? എന്തായാലും നല്ല വെറൈറ്റി പേരാ. പക്ഷെ ഇങ്ങനെ ഒരാൾ നമ്മുടെ കമ്പനിയിലില്ല. എടി, ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. ഇതെന്താ പിന്നെ നമ്പർ? ഇത് കുറെ നമ്പർ ഉണ്ടല്ലോ. നീ ആ നമ്പർ ഒന്ന് ട്രൂ കോളറിൽ നോക്ക്, ചിലപ്പോ ഉണ്ടെങ്കിലോ. ട്രൂ കോളറിൽ നമുക്ക് അറിയാൻ പറ്റല്ലേ. പൊട്ടനാൻ തോന്നുന്നു. സീക്രട്ട് അഡ്മയർന്ന്. സീക്രട്ട് അഡ്മയർ. എടാ മോനെ, നീ ആള് കൊള്ളാലോ. എടി, നമ്മളിപ്പോ ചെയ്യാൻ. നീ ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കില്ല, നീ വിളി. ഇതൊക്കെ രസല്ലേ ഐഷു, ചെയ്യേ. പ്ലീസ്, എനിക്ക് പേടിയാ. നീ വിളിക്കേ. നമ്പർ കോള് തന്നെ. ഹലോ ഹലോ, എന്താണ് ഈ രാവിലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വന്നോ? ദേ നോക്കി, നിന്റെ സീക്രട്ട് അഡ്മിറർ കൊണ്ട് വെച്ചതാ. നീ കണ്ടാ? ഞാൻ കണ്ടില്ല. ഇതെന്ത് ഭാഷയാണ്? നിനക്കറിയില്ല ഇംഗ്ലീഷും മലയാളം അറിയാത്ത എന്നോടോ? എന്നൊക്കെ ഇങ്ങനെ കമ്പനി പണിക്കെടുത്തേ. എന്നാലും ഇതാരായിരിക്കും? എനിക്ക് വല്ല സംശയം ഉണ്ടാ ഇതാരായിരിക്കും? ഇനി നമ്മുടെ ഓമനക്കുട്ടനാവോ? ഓനാ? ഏയ്, അവൻ എത്ര കൈ കൊണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അവനെ സംശയിക്കാലോ. ഇനിയിപ്പോ ഓമനക്കുട്ടനെ സംശയിക്ക, രമ്യേനെ സംശയിക്ക, ദിയേനെ സംശയിക്ക, എന്തിനേറെ നിനക്ക് എന്നെ വരെ സംശയിച്ചൂടെ? ഇനി ഇയാളെ ഈ പണിയൊക്കെ ഒപ്പിക്കണേ. സത്യം പറ. നീയൊക്കെ ആണെങ്കിൽ ഞാൻ റെഡിയാണ്. പോയിടിയാണ്. ഓ, നിനക്ക് വേണ്ടേ വേണ്ട. എന്നാലും ഇതാരായിരിക്കും? ഒരു മെസ്സേജ് ഓനയച്ചാൻ തോന്നുന്നു. ഞാൻ നോക്കാം, നിനക്കറിയില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഏയ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല. അപ്പൊ ഓമനക്കുട്ടനല്ല, ഉറപ്പാ. ഓൻ അടുത്ത മെസ്സേജ് അയച്ചേക്കണ. രാവിലെ തന്നെ എന്നെ കണ്ടുപിടിക്കാനുള്ള പണിയിലാണോ? ഇനി CCTV കൂടാണ്ട് ഇവിടെ ഒളിക്യാമറ ഉണ്ട്. ഒളിക്യാമറ എവിടെ? നിനക്ക് നിന്റെ കാര്യമല്ല, നീ അങ്ങോട്ട് നോക്കണം. എന്നാലും അത് ആരായിരിക്കും? കണ്ടുപിടിക്കണോ ഇത്? അത് നമുക്ക് നോക്കാം. നീ വർക്ക് നോക്കിയേ. ഇതെങ്ങനെ ഈ നമ്പർ എഴുതി കാണിക്കണേ? ഇതാരോ ഹാക്ക് ചെയ്താന്ന് തോന്നുന്നു. എന്റെ അല്ലോ, ഇന്നാ ജസീലിന്റെ വായിരിക്കണ മുഴുവനും ഞാൻ കേൾക്കും. ഇത് ഹാക്കിംഗ് ആണെങ്കിൽ മോൾ ഉറപ്പിച്ചോ, ഇത് ജസീല് തന്നെ. അത് നിനക്ക് എങ്ങനെ അറിയാം? അവനല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്. നിനക്കിപ്പോ നന്നാക്കാൻ അറിയാം. ഇതിപ്പോ ആരാന്ന് ഇതെന്നെ മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പോയിടോ. ഒന്ന് വന്നേ. പോയിടി. പക്ഷെ ഒന്ന് വാടോ. ചോദിക്കാല്ലേ ഇഷാനെ? അതെ, കാലത്തെ തന്നെ ലാപ്പിൽ എന്തോ നമ്പറെല്ലാം എഴുതി കാണിക്കണം. ഒന്ന് നോക്കോ? ഇതിപ്പോ ഞാൻ ശരിയാക്കണം. ആ, ഒന്ന് ശരിയാക്കാൻ പറ്റുമോ? എന്ത് ഷോഫാണ്. ഇതിന്റെ പാസ്വേഡ്
Aisha@123. Aisha@123. ഭയങ്കര ടഫ് പാസ്. അതിഥി ആയിരിക്കില്ലേ ഇതിൻ്റെ ആള്? ഓ അല്ല. ഇപ്പം ശരിയാക്കി തരാം. ഹാ, ഇത് ഇത്ര ഉണ്ടായിരുന്നല്ലോ. അത്രേ ഉള്ളൂ. അല്ല അല്ലിഷാനെ, ഒരു സംശയം. ചോയ്ക്ക്. ഈ നമ്പറിനൊക്കെ വല്ല മീനിങ് ഉണ്ടാ? ഈ നമ്പറിന് ദോ ഐഷു, ഐ ലവ് യു. ഇതല്ലോ. ഐ ലവ് യു ഫോർ എവർ. ഡി ഒന്ന് ചുമ്മാ ഇരി. നമ്പറിൻ്റെ മീനിങ് ആണ് ഐ ലവ് യു ഫോർ എവർ. അപ്പോൾ ക്ലിയർ ആയല്ലോ, എനിക്ക് പോവാലോ. 100 കൂട്ടം പണിയുണ്ട്. ദോ മണ്ടു. ഡി, ഓൻ പറഞ്ഞ കേട്ടാ, എന്തോ ഐ ലവ് യു ഫോർ എവർന്ന്. ഐ ലവ് യു ഫോർ എവർ. എന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്നാലും അത് ആരായിരിക്കും? കണ്ടുപിടിക്കണല്ല. എടി, നിഷാനായിരിക്കോ ചെയ്തിരിക്കുക? ഏയ്, ഇഷാനാവാൻ ചാൻസ് ഇല്ല. എന്നാ അവൻ ജസീലായിരിക്കും. അവന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. ജസീലാവാൻ. ആ, നീ ഒരു കാര്യം ചെയ്യ്. എന്നും ചീത്ത കൊള്ളാൻ വേണ്ടി പോണല്ലേ, ആ കൂട്ടത്തിലെ അവിടുന്ന് വല്ല നോട്ട് പാഡോ സ്റ്റിക്ക് നോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വാ, നമുക്ക് നോക്കാന്നേ. എടി, അതൊക്കെ റിസ്ക് അല്ലേ? അവന്റെ ക്യാബിന്ന. റിസ്ക്, ഇതൊക്കെ സില്ലി മാറ്റർ. എന്നാ ഒരു കാര്യം ചെയ്യാം. ഇന്നേക്കിടെ മെയിലേ ഒരു മിസ്റ്റേക്ക് ഇന്റൻഷൻ ആയിട്ട് ഇടാം. ആ, അത് അടിപൊളി. നീ അത് ചെയ്യും. അയച്ചിട്ടുണ്ടേ. ഇപ്പൊ ഒരു കോൾ വരും. വിളിക്കണ്ട്. ഹലോ. ആ സർ, ഞാൻ ഇപ്പൊ വരാം. ചെല്ലട്ടെ. അപ്പൊ മോളെ, ഓൾ ദി ബെസ്റ്റ്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. സർ, may I come in? സത്യം പറയല ഐഷ, തന്നെ പോലെ ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫ്രഷ് ഡയലോഗ്. ഒരു പ്രൊജക്റ്റിൻ്റെ സിനോപ്സിസോ PPT ഉണ്ടാക്കാൻ പറഞ്ഞാൽ അറിയില്ല, എന്നിട്ട് ഉണ്ടാക്കിയാലോ മുഴുവൻ പൊട്ടത്തില്ല. ഇപ്പോൾ തനിക്കങ്ങ് ചെയ്തോളാം. കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാണ് എനിക്കൊന്നും പറയാം. ഇട്ടേച്ച് പൊക്കോളാം. പറ്റൂലെങ്കിൽ ഇട്ടേച്ച് പോടോ. ഓ, ആയിക്കോട്ടെ. തന്നേക്കാൾ കഴിവുള്ള ഒരുപാട് പേര് പുറത്തുണ്ട്. എന്നാ പിന്നെ അവരെയും കൂടി. താൻ കാരണം അവരെ ഓപ്പർച്യൂണിറ്റി കൂടി മിസ്സാവണേ. ഓ, ആയിക്കോട്ടെ. ഇനി ഹാൻഡ് റൈറ്റിംഗ്. ഡോ, എന്തു നോക്കിയേക്ക് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കാതെ വാ തുറന്ന് എന്തെങ്കിലും പറ. ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചോളാം. ഈ ഡയലോഗ് തന്നെയല്ലേ താൻ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. തനിക്ക് സിനോപ്സിസിന്റെ ഫോർമാറ്റ് അറിയൂ? എനിക്കറിയില്ല. വാ കാണിച്ചാലോ. വാ. ഇതാണ് പ്രൊജക്റ്റിന്റെ സിനോപ്സിസ് പാറ്റേൺ. കണ്ടോ, ഇതിനൊരു ടൈറ്റിൽ ഉണ്ട്, പിന്നെ കണ്ടന്റ് ഒക്കെ സെൻട്രലി അലൈൻഡ് ആയിരിക്കും, പിന്നെ ഇതിനൊരു ഫൂട്ടർ വേണം, പിന്നെ റിസോഴ്സസ് എന്തൊക്കെയാണോ വേണ്ടത് അതൊരു സെപ്പറേറ്റ് ഫോൾഡറിലാക്കിയിട്ട്. മനസ്സിലായോന്ന്? ഞാൻ ഇന്നലെ ഒരു ഫയൽ കറക്ഷൻ അയച്ചിട്ട് എന്തേ? അതേ മറന്നുപോയി. ഞാനിപ്പോ തന്നെ അയക്കാം. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരണത്. അതിഥി ഒരുപാട് പ്രാവശ്യം വിളിച്ചല്ലേ, പിന്നെ ഇയാളെന്താ ഇങ്ങോട്ടൊന്നും വരാഞ്ഞ്? ഡോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും തനിക്ക് താല്പര്യമില്ലായിട്ടാണോ ഈ ഫീൽഡ് ചൂസ് ചെയ്തത്?
ഞാൻ ഇന്നേ വരെ എനിക്കിഷ്ടപ്പെട്ടൊരു കോഴ്സോ ഒരു കരിയറോ ഒന്നും എൻ്റെ ഇഷ്ടത്തിനല്ല ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു കാലത്തും. വേറൊന്നുമല്ല ഞാൻ ചോദിക്കാൻ കാരണം, താൻ ഒട്ടും ഒരു പാഷനേറ്റ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ. അറിയില്ല, ചിലപ്പോൾ ഞാൻ കരുതുവേ ഒരു പെണ്ണായിട്ട് ചിന്തിച്ചുകൊണ്ടാണ്. എടോ, ഞാൻ ഇത്രയും നാളുണ്ടല്ലോ ഒരു റെസ്ട്രിക്റ്റഡ് ലൈഫായിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു 10 പേരോടെങ്കിലും പെർമിഷൻ ചോദിക്കണം. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഫ്രീഡത്തെ പറ്റിയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിലുണ്ടല്ലോ ഈ ഫ്രീഡം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വീട്ടിലാണെങ്കിലേ എനിക്കൊന്ന് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. ഒന്നുറക്കെ ചിരിച്ചാലോ, പിന്നെ നമ്മളൊക്കെ ഒന്ന് രാവിലെ കുറച്ച് കൂടുതൽ നേരം ഉറങ്ങിപ്പോയാലൊക്കെ എല്ലാത്തിനും വീട്ടിൽ വഴക്കാം. ഒന്ന് ഇഷ്ടപ്പെട്ട കളറിലെ ഡ്രസ്സ് പോലും എനിക്കിടാൻ പറ്റിയിട്ടില്ല. പിന്നെ കൊച്ചിയിലെ പേരൻസിന് അവർക്കൊരുപാട് ഡ്രീംസോ എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൊണ്ടൊന്നും പറ്റാഞ്ഞപ്പോൾ അപ്പം പിന്നെ എല്ലാം കൂടെ എൻ്റെ മേലെ അങ്ങ് അടിച്ചേൽപ്പിച്ച്. ഈ 90% ഇന്ത്യൻ പാരൻസും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ വീട്ടിലെ ഓരോ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്കറിയില്ല. പിന്നെ ഇവിടെ ആയാലും ജസീലിൻ്റെ മെൻ്റെ ടോർച്ചറും എനിക്കാകെ വട്ട് പിടിക്കണ്ടാകെ. എപ്പോഴും ഉമ്മയും ബാപ്പയും തമ്മിൽ ഒരുപാട് ഇഷ്യൂസാണ്. എല്ലാം കൂടി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ലൈഫൊക്കെ അവിടെ പോയി നിൽക്കുന്നുള്ള തോന്നലാണ്. നീ അതിഥിയുടെ അടുത്ത് എല്ലാ വിഷമങ്ങളും പറയാറില്ലേ? അതുപോലെ ഇനി ഞങ്ങളുടെ അടുത്തും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളോടും ഷെയർ ചെയ്യാം. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് സാധിച്ചു തരും. താനിതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോടും ഷെയർ ചെയ്താൽ മതി. ഞങ്ങൾക്കും കഴിയാവുന്ന രീതിയിൽ ഞങ്ങളും ഹെൽപ്പ് ചെയ്യാം. അതെ, ശ്രമിക്കാം. ശ്രമിച്ചോക്ക്, നടക്കും. ആ, നീ ഇതെവിടെയായിരുന്നു? ഞാൻ ടെറസിലുണ്ടായിരുന്നു. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, ഓര് വിളിച്ചേ, ആദർശ വിഷാണ്. അപ്പൊ ഞാൻ വിളിച്ചാലേ നിനക്ക് പോരാൻ ബുദ്ധിമുട്ടുള്ളൂ. അവന്മാര് വിളിച്ചാ പോവാല്ലേ? എൻ്റെ പൊന്നു മോളെ, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാറില്ലല്ലോ. അപ്പം ഇന്ന് എനിക്കൊന്ന് പോകണം തോന്നി, അത്രേ ഉള്ളൂ. അല്ല, പോയ കാര്യം എന്തായി? കുറേ പാടുപെട്ടിട്ടാണ് ഇത് എടുത്തിട്ട് വന്നത്. ഇത് കണ്ട എങ്ങനെയുണ്ട്? ഇത് രണ്ട് ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. ശരിയാണല്ലോ. അപ്പോൾ ഒന്ന് 2 ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാ? എടി പൊട്ടി, ഇത് രണ്ടാൾ എഴുതിയതാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ ക്യാബിനിൽ കയറിയിട്ട് ഒരു ഫയലിംഗ് അടിച്ചു മാറ്റിക്കൊണ്ട് വാ. ഒന്ന് പോയടി, ഞാൻ ഇത് തന്നെ കയ്യും കാലം മറിച്ചിട്ടാണ് എടുത്തു വന്നത്. എനിക്ക് പറ്റില്ല. ഇത് നിന്റെ ആവശ്യമാണോ അതോ എന്റെ ആവശ്യമാണോ? എൻ്റെ തന്നെയാ. അല്ലാതപ്പോ എന്താ വഴി? ആ, നിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹല്ലേ അവനെതിരൊരു കംപ്ലൈന്റ് കൊടുക്കണമെന്ന്. നീ ഇപ്പൊ പോയിട്ട് മാനേജർക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്ക്. എന്നിട്ട് അവനെ കൊണ്ട് അപ്പോളജി ലെറ്റർ കൂടെ എഴുതി വാങ്ങിക്ക്. ഇതൊക്കെ ഓവറാവില്ല. നീയായിട്ട് ഓവറാക്കി ചാളാക്കാണ്ടിരുന്നാ മതി. നീ ചെയ്യടാ, നിന്നെ കൊണ്ട് പറ്റും. നോക്കാല്ലേ? ഒന്ന് നോക്ക്. നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. വാ. Come on. It's like that.